അതെല്ലാം പോട്ടെ. ഇവിടെ കുറെ വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണല്ലോ താങ്കൾ. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും മാധ്യമപ്രവർത്തക രംഗത്തുള്ളവരാണ്. ഞാൻ ആദ്യം ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു ആരോപണം ഈ ഗവൺമെന്റിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായോ? ബിരിയാണി ചെമ്പ് 1.5 വർഷം ചർച്ച ചെയ്തില്ലേ? സ്വർണ്ണക്കള്ളക്കടത്ത് 2 വർഷം ചർച്ച ചെയ്തില്ലേ? ഈന്തപ്പഴത്തിന്റെ കുരു എത്ര വർഷം ചർച്ച ചെയ്തു? അന്നത്തെ ചർച്ചകൾ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടപ്പോഴും പോന്നു. മറ്റു മന്ത്രിമാർ, സ്പീക്കർ പിടിച്ചു എന്ന രൂപത്തിലായിരുന്നു ചർച്ച. എല്ലാവരും സെലക്ടീവ് ലീക്കേജിന്റെ ഭാഗമായി കിട്ടിയ വാർത്തകൾ കൊണ്ട് കൊട്ടിഘോഷിച്ച് നടക്കുക. താങ്കളടക്കം വർഷങ്ങൾ നടത്തിയ ചർച്ച, കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിലും കേന്ദ്ര ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറയുന്നത് ശരിയാണ്. അന്നത്തെ കാലത്ത് മുഴുവൻ ചർച്ചയും അതായിരുന്നു. ഞാൻ സമ്മതിക്കുന്നു, അന്നത്തെ കാലത്ത് മുഴുവൻ ചർച്ചയും അതായിരുന്നു. അത് ജനം തള്ളിക്കളഞ്ഞു. നല്ല കാര്യം. അതിൽ സത്യമില്ല എങ്കിൽ നല്ല കാര്യം. മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന രൂപത്തിൽ വന്ന ചർച്ചകൾ തെറ്റാണ്. ഇഡിയുമായി ബന്ധപ്പെട്ട അത്തരം ആരോപണങ്ങൾ നമുക്കുള്ളത് തന്നെയാണ്. ഇഡിയുമായി ബന്ധപ്പെട്ട അതിലൊന്നും തർക്കമില്ലാത്ത കാര്യത്തിൽ എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന രൂപത്തിൽ വന്ന ചർച്ചകൾ തെറ്റാണ്. ഞാൻ സമ്മതിക്കുന്നു.